നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് വെച്ചാൽ ഊട്ടിയിലാണ് കേട്ടോ. ഊട്ടിക്ക് പോണ വഴിയിലാണ്. അപ്പം ഏകദേശം നമ്മൾ ഊട്ടിയിലെത്തി. അപ്പോൾ നമ്മളിവിടെ ഒരു നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ. വൈബ് എന്താ വെച്ചാൽ ഇവിടുത്തെ കൾച്ചറൽ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ അടിയിലാണ്ടല്ലോ നമ്മളെ ക്യാരറ്റ് അങ്ങനത്തെ എന്തോ കൃഷികളൊക്കെ ഇങ്ങനെ പാക്കാക്കി പോവാണ്. ഇവിടെ തന്നെ ഇവർ ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. ലോഡ് കയറ്റി പോകുന്നുണ്ട്. ഇത് വലുതൊക്കെ ലോഡ് കയറ്റി ഞാൻ പോവാണ്ട്. പിന്നെ വീടുകളൊക്കെ ഇതാണ് സംഭവം. അല്ല നമ്മളവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ ഇത് കണ്ടില്ലേ, വലിയ ഇത് ക്യാരറ്റാണ്. നേരത്തെ നമ്മൾ കണ്ട് എന്തുവാണ് ചക്കരയും കണ്ടുപോകണേ. അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് പോകാണ്ടിരിക്കുക. നമ്മൾ ഇതിൻ്റെ അടിയിൽ അവൾ കൃഷി ചെയ്യുന്ന സ്ഥലം കേട്ടോ. നമ്മൾ പോയോക്കട്ടെ എന്താ ഉള്ളതൊക്കെ. നമ്മളിപ്പോൾ ആ മേലിന്ന് കണ്ട സ്ഥലമല്ലേ ഏറ്റവും ടോപ്പിക്ക് വന്നിട്ട്. ഇത് കണ്ടില്ല ഇവിടെ ഇങ്ങനെ കന്നുകാലികൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ക്യാരറ്റ് പറക്കുന്ന സ്ഥലമാണ് കേട്ടോ. കൃഷി ചെയ്യുന്നുണ്ട് ഇവരിവിടെ ഗൈസ്. അതുപോലെ നമ്മളിങ്ങനെ റോട്ടുമെന്ന് കാണുന്ന മാതിരില്ല. നമ്മൾ അടിക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ വേറെ വൈബാട്ടോ. പുള്ളി പൈക്കളി പശുക്കളിങ്ങനെ ഇതാണ് ഇവരിവിടെ കൃഷി ചെയ്യണത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മളാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാരറ്റ് കൃഷിയാണിത്. ഇതിൻ്റെ ഇല കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനത്തെ ഒരു ഇലയാണ്. പിന്നെ അതുപോലെ വലിയ ക്യാരറ്റ് ഇവിടുന്ന് ഇങ്ങനെ പറിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്യാരറ്റ് പറിച്ചാണ് നമ്മൾ ആദ്യം കണ്ടില്ലേ അവിടെ ഇങ്ങനെ ലോഡായിട്ട് പോണേ. അതുപോലെ വേറെ എന്തോ സംഭവങ്ങളും ഉണ്ട്. അവിടെ കണ്ടില്ലേ, അവിടെ പറിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറം കണ്ടില്ല ഇങ്ങനത്തെ ഈ മരങ്ങൾ കണ്ടില്ല, അത് അടിപൊളിയാണ് ഇവിടുന്ന് ഇങ്ങനെ കാണാനുള്ള വൈബ് പറഞ്ഞു. പിന്നെ അതുപോലെ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ പറ്റണേ. ഇവിടുത്തെ വീട് സാധാ ആൾക്കാരെ പെരട്ടത് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട്. പിന്നെ അതുപോലെ ഇവിടുത്തെ വില ആൾക്കാരെ പ്രധാന വരുമാന മാർഗം എന്താണെന്ന് വെച്ചാൽ കന്നുകാലി മെയിനായിട്ട് അതാട്ടോ ഇവിടെ ഇറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷിയാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. ഗൈസ് ഇവലിപ്പോൾ ഞങ്ങളിപ്പോൾ വില കണ്ടപ്പോൾ കുറച്ച് നേരം വിലപ്പോൾ ഇങ്ങനെ കളിച്ചിട്ടോ. ഗൈസ് അതുപോലെ വലിയ ക്രിക്കറ്റാണ് കേട്ടോ അവർ പറഞ്ഞത്. പക്ഷേ വില കയ്യിൽ ബാറ്റും സംഭവമൊന്നുമില്ല. വീടോടെ നിങ്ങളൊക്കെ വീട് ഹൗസ് ആ ഇങ്ങ വീട് ഇത് നിങ്ങളെ വീടാ? അതിന്റെ മേലെ നിങ്ങൾ ക്രിക്കറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തി. യുവർ നെയിം? ഓക്കെ ബൈ. ഓല് പോയിട്ടോ ഓലെ വീട് പറഞ്ഞേ അതിന്റെ മേലെ കാണുന്ന പെരയുണ്ടോ. ഇത് ലെസ്റ്റ് ഒരു തായ്വാരം പോലെയാണ്. ഇവിടെ മേലെ കുത്തനെ ഇങ്ങനെ അടിക്കും ഇങ്ങനെ വേണം. അപ്പം മേലെ അടിയിലാണ് പെര. സെൻട്രൽ പോർഷൻ പറഞ്ഞേ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചിട്ടോ. അപ്പം നമ്മൾ ബൈക്കിൽ തന്നെ ഒരു വെറൈറ്റി സാധനം കണ്ടപ്പം അവിടെ നിർത്തിയതാണ് കേട്ടോ. നമ്മള് ഇന്നവിടെ നമുക്കാണ് എന്റെ അഭിപ്രായം എന്താ നോക്ക് ഉള്ള സാധനങ്ങളോ ഇതോടി നമ്മൾ തിന്ന സാധനത്തിൽ വേറെ വെച്ചാൽ നൊങ്കാണ്ടത് എല്ലാവരും ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല, രസം ഉണ്ടല്ലേ അമീറോ. അപ്പോൾ ഇതാണ് നമ്മളെ മസനഗുഡി റൂട്ട്. നമ്മൾ ഇതിലൂടെ യാത്ര പോയത്. അപ്പോൾ നമ്മളെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മസനഗുഡി വഴി ഊട്ടി പോയാണ്ട് ഇങ്ങനെ കർണാടകയിൽ കൂടെ പോയി മുത്തങ്ങ വഴി ഇങ്ങനെ തിരിച്ചാണ്ട് വന്നത്. നമ്മളാദ്യം ഗൂഡല്ലൂർ വഴി ഇങ്ങനെ മസനഗുഡി കയറി അങ്ങനെയായിട്ട് നമ്മൾ പോയത്. അവസാനമായിട്ട് മുത്തങ്ങ വഴി ഇങ്ങനെ വയനാട്ടിൽ കൂടെ ആയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ 3 ഫോറസ്റ്റ് ആണ് നമ്മൾ ഇതിലാണ്ട് മെയിനായിട്ട് പോകണം. മുത്തങ്ങ, ബന്ദിപ്പൂര്, പിന്നെ മുതുമല ടൈഗർ റിസർവ് ആയിക്കൂടെ ആയിട്ട് പോകണം. നമ്മൾ പല ജാതി മൃഗങ്ങളെ കാണട്ടെ, ആന, സിംഹം, കുരങ്ങ്, മയിൽ, മാന്. പിന്നെ അതുപോലെ നമുക്ക് പുള്ളിപ്പുല്ലിനെ കാണാൻ കഴിഞ്ഞിട്ടോ. പക്ഷേ അത് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ നമുക്ക് കരടി, കരിമ്പുലി അതിനൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ അതൊന്നും ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും കണ്ടിട്ടില്ല. ഞങ്ങൾ 4 പേരാണ് പോയി, 2 ബൈക്കിലാണ് പോയിന്. അപ്പം 2 ടീമാണ് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഓൾക്ക് തന്നെ വിശ്വാസമായിട്ടില്ല ഇതുവരെ നമ്മൾ പുള്ളിപ്പുല്ലിനെ കണ്ടിരുന്നു. ഇതുവരെ അതിൽ കൺഫ്യൂഷനാണ്. അടിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ടീ ഫാക്ടറി കണ്ടിരിക്കുന്നത്
പരിപാടി തേയില ഇതുണ്ട്. നമ്മൾ തേയില ചായപ്പൊടി ഉണ്ടാക്കണ നമുക്ക് ഇവിടുന്ന് കാണാം. അതുപോലെ വല്ല ഇതിൻ്റെ ചരിത്രം എങ്ങനെ ഇതിങ്ങനെ ഉണ്ടായതെന്നുള്ളതൊക്കെ അവിടെ ചുമരുമ്മലൊക്കെ ഇങ്ങനെ ചിത്രം വരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ വരുന്നവർക്കൊക്കെ ഇവിടെ ചായ വെറുതെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല 2-3 ഐറ്റം ചായ ഉണ്ട്. നല്ല അടിപൊളി ചായയാണ്, നല്ല ടേസ്റ്റുള്ള ചായ ഉണ്ട്. നമ്മളതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുക, അതുപോലെ ചരിത്രകാർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് ടി വിയിൽ. പിന്നെ അതുപോലെ വല്ല പഴയ മെഷീൻസ് ഒക്കെ ഇവിടുന്ന് എല്ലാം കാണട്ടോ. അതുപോലെ തന്നെ ഇവിടെ മറ്റേ ചോക്ലേറ്റ് ഫാക്ടറി കൂടി ഉണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മൾ ടീ ഫാക്ടറിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ നല്ല അടിപൊളി ചെടികളാണ് കേട്ടോ. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷേ അങ്ങനെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒഴിവാക്കിട്ടോ. നമ്മളിപ്പോൾ ഉള്ള ഊട്ടിയിലാണ്. ഊട്ടി നമ്മൾ മെയിനായിട്ട് മാർക്കറ്റൊക്കെ ഉണ്ട് നമ്മൾ ഇത് മെയിനായിട്ട് ഈ ചൈനീസ് മാർക്കറ്റാണ് ഇത് മെയിനായിട്ട് കണ്ടല്ലേ. നമ്മളെ നാട്ടായിരുന്നല്ലോ ഫുള്ള് ചൈനക്കാരാണ് കേട്ടോ. ഇവിടെ അതുപോലെ സാധനങ്ങളും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതോടെ ഉള്ള വെച്ചാൽ നമ്മളെ ബൊട്ടാണിക്കൽ ഗാർഡനില്ലേ അതിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ മാർക്കറ്റും സംഭവങ്ങളൊക്കെ ഉള്ളത്. അടിപൊളിയാണ്. എന്തും വാങ്ങാനുള്ളതൊക്കെ അത് ഇവിടുന്ന് വാങ്ങാം, ചീപ്പ് റേറ്റിലും ഒക്കെ കിട്ടും. ഞാൻ പോലെ അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ നമ്മളെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ സീസൺ അല്ലാത്തതുകൊണ്ട് നമ്മളവിടെ കയറില്ല കേട്ടോ. മാർക്കറ്റ് അടിപൊളിയാണ്, നല്ല തിരക്കുള്ള സ്ഥലമാണ്, നല്ലതൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ ഇങ്ങനെ പോകണേ. ഇവിടെ അതിൻ്റെ ക്ലൈമറ്റ് എപ്പോഴും മാറി കളിച്ചിട്ടും മഴ മഞ്ഞ് വെയിൽ അങ്ങനെ കേട്ടോ. നല്ല അടിപൊളിയാണ് കാണാൻ. അതുപോലെ തന്നെ ബൈക്ക് മേലൊക്കെ ആണെങ്കിൽ നല്ല രസമായിട്ട് പോകട്ടോ. റൈഡൊക്കെ അടിച്ച് ദമ്മാണ്. ഫുള്ള് കൂടെ ഗൈസ് നമ്മൾ ഇച്ചിട്ടുണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മളങ്ങനെ നല്ല കോട മൂടിക്കുന്ന ടൈം കേട്ടോ. തണുപ്പത്ത് നല്ലൊരു ചൂട് ചായയും കുടിച്ച് നമ്മൾ നെക്സ്റ്റ് കർണാടകയ്ക്കുള്ള വഴിക്ക് ഇങ്ങനെ പോകാൻ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ ഇവിടെ നിറച്ച ആൾക്കാർ, നല്ല സ്പോട്ട് സ്ഥലമാണ് കേട്ടോ. തോന്നുന്ന ആൾക്കാർ തന്നെ നമ്മൾ യാത്ര എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് 3 സംസ്ഥാനം കയറി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ കേരളം, തമിഴ്നാട്, കർണാടക കൂടെ ഇങ്ങനെ മുത്തങ്ങ വഴി കേരളത്തിൽ കണ്ട് തിരിച്ചു പോകാൻ നിൽക്കുന്നുണ്ട് നമ്മൾ. അതുപോലെ ഇപ്പോൾ നമ്മൾ കർണാടകയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പോണ വയ്ക്കൽ ഒരു നല്ല തോട്ടമൊക്കെ ഉണ്ട്. അത് നമുക്ക് കാണിച്ചു തരാം. കണ്ടില്ല, നല്ല വിരിഞ്ഞിക്കണ നല്ല ഏക്കർ കണക്കിന് തോട്ടങ്ങൾ കിട്ടും. നല്ല രസമുണ്ട് ഗൈസ്. വേറൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ കൂരിയാടുള്ള ഇത് അതൊന്നും അല്ല കേട്ടോ. ഇതൊന്നും അല്ല, അതൊന്നും കണ്ടല്ലോ. ഇത് നല്ല ഇളയ സാധനം കേട്ടോ. ഞാൻ കാണിച്ചു ഏകദേശം വൈകുന്നേരമാണ്. ഇത് അതിൻ്റെ ബാക്ക് ഭാഗം കേട്ടോ. നമുക്ക് മുൻഭാഗം കാണിച്ചു. അതുപോലെ ഇത് മറ്റേ നമ്മൾ കമ്പം, ചോളം അങ്ങനത്തെ സംഭവങ്ങൾ കേട്ടോ ഇതൊക്കെ. അവിടുത്തെ കാക്ക പൈസ വാങ്ങിയിട്ട്. അപ്പം ഇവിടുത്തെ ഈ കടയത്തെ ചെങ്ങായി മൂപ്പരെ സ്ഥലം എന്നല്ലേ, മൂപ്പര് വെള്ളം അടിച്ചാനും വേണ്ടി അടിക്കാൻ വേണ്ടി വാങ്ങണ പൈസയാണ്. ഞങ്ങളാകെ മൂഞ്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിവിടുന്ന് നീങ്ങാണ്ടോ. ഇത് സംഭവം നല്ല രസമുണ്ട്. അതുപോലെ ഏകദേശം നല്ല ഏരിയ ഉണ്ട് കാണുന്ന മാതിരില്ല. ഇവിടെ ഉണ്ട്, അതിൻ്റെ അപ്പുറത്തുണ്ട്. അതുപോലെ അവിടെ ആ മരം കണ്ടില്ലേ, അതിൻ്റെ അപ്പുറത്ത് കൊണ്ടിട്ടോ. അങ്ങനെ നമ്മൾ രാത്രിയായിട്ട് നമ്മളിപ്പോൾ മുത്തങ്ങ ഫോറസ്റ്റിൽ കയറിയിട്ട് നമ്മൾ കർണാടക ഭാഗത്ത് കൂടെ ആയിട്ട് കയറിയത്. നമ്മളിഞ്ഞ് നേരെ സുൽത്താൻ ബത്തേരി കയറി ഇങ്ങനെ വയനാട്ടിൽ കൂടെ അരീക്കോട്ട് കൂടെ ഇങ്ങനെ നേരെ പെരേക്കാണ്ട് പോകണേ. അതുപോലെ നമ്മളിവിടെ ഒരുപാട് ഇത് കണ്ടിട്ടോ, ആനനെ വൈക്കുന്ന ഇങ്ങനെ തടഞ്ഞു കിട്ടോ. പിന്നെ അതുപോലെ ഈ രാത്രി നമ്മൾ ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ ഈ
മറ്റേ പൈൻ മരത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ അമ്പിളിമാമനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അല്ലേ നല്ല ഫുൾ മൂണായിട്ട് അന്ന്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും വരാം.